ചേച്ചിയുടെ ജീവിതം പോലെയാണ് ശരിക്കും വേണുനാവള്ളി സാറിന്റെ സിനിമയുള്ളത് കേൾക്കണം. കിഴക്കുണരും പക്ഷി. അയ്യോ എൻ്റെ ജീവിതമേ അല്ല അത്. ആ. സിനിമയ്ക്ക് വേണ്ടി അവര് കുറെ മാറ്റങ്ങളൊക്കെ വരുത്തി. അത് ശരിക്കും ഈ ഇൻസിഡന്റ് നടന്നതിന് ശേഷമാണോ സാർ കഥ എഴുതുന്നത്? അല്ലല്ല, അതിന് മുമ്പേ തന്നെ? അതിനു മുമ്പേ. ഉം. അതായത് ഈ ഇൻസിഡന്റ് കണ്ടിട്ടൊന്നും അല്ല. അല്ല. അതായത് ഞാൻ അന്ന് ഗാനമേളയ്ക്ക് പാടി നടക്കുന്ന സമയമാണ് സ്വാഗതം പടത്തിന് വേണ്ടി ട്രാക്ക് പാടുന്നത്. ട്രാക്ക് പാടാൻ ചെന്നപ്പോ ഇനി എന്നെ കണ്ടിട്ട് ഇങ്ങനെ ഒരു കഥ ഉണ്ടാക്കിയതാണോ അതൊന്നും എനിക്കറിയില്ല. അങ്ങനെ എന്നോട് നേരെ പറഞ്ഞിട്ടുമില്ല എന്നെ കുറിച്ചാണ് ഈ സിനിമ എന്നോ ഒന്നും പറഞ്ഞിട്ടില്ല. ഇങ്ങനെ പലരും പറഞ്ഞു കേൾക്കുമ്പോ അറിയുന്ന ഒരു അറിവേ ഉള്ളൂ. വേണുനാവള്ളി സാറുമായിട്ട് നല്ല ബന്ധമായിരുന്നില്ലേ ആ അതെ സമയത്ത്? അതെ. അതേപോലെ തന്നെ ചേച്ചി ഒരു വിവരമുള്ളതെന്ന് വെച്ചാൽ ഒരു ഫാക്റ്റാണ്, അത് എത്രത്തോളം ശരിയാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അതായത് റഹ്മാൻ സാറിൻ്റെ തമിഴ് സോങ് ഫസ്റ്റ് പാടുന്നു, ഹിറ്റാവുന്നു. കീരവാണി സാറിൻ്റെ സിനിമയിലെ ഫസ്റ്റ് തമിഴ് സിനിമയിലെ ടൈറ്റിൽ സോങ് ചേച്ചിയാണ് പാടുന്നത്, അഴകനിൽ പാടുന്നു. ഈ റഹ്മാൻ സാറിന് ഓസ്കാർ കിട്ടി, കീരവാണി സാറിന് ഓസ്കാർ കിട്ടി. ചേച്ചി ആ ഫാക്ട് എന്തെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഭയങ്കര സന്തോഷം ഉണ്ടാക്കുന്ന ഒരു കാര്യമല്ലേ ചേച്ചി? സന്തോഷമുണ്ട്. ചേച്ചി തമിഴ് സിനിമകളിൽ രണ്ടും തുടങ്ങി വെക്കുന്നു, അവർക്ക് രണ്ടുപേർക്കും ഓസ്കാർ കിട്ടും. അവര് കേൾക്കണ്ട. എൻ്റെ വീട്ടിലെ രണ്ടുപേർക്ക് ഓസ്കാർ കിട്ടിയ പോലെ ഞാൻ സന്തോഷിക്കുന്നു. തീർച്ചയായിട്ടും അത്രേ ഉള്ളൂ. അത് വേണം. ചേച്ചിക്ക് റോസ്ലി എന്നുള്ളതാണ് യഥാർത്ഥ പേര്, PJ റോസ്ലി. അതെ. മിനി എന്ന് പറയുന്ന പേര് രാജാ സാറ് മിന്നും കൂടെ ചേർത്ത് തിളക്കമാറുന്നത് എന്നുള്ള അർത്ഥത്തിൽ മിൻമിനി ആക്കുന്നു. ചേച്ചിക്ക് കസ്തൂരി എന്ന് പറഞ്ഞ പേരുണ്ട്. ചേച്ചിക്ക് എത്ര പേരാണുള്ളത് ആക്ച്വലി? കസ്തൂരി ആരിട്ടതാ? എന്റെ ദൈവമേ, അതിപ്പോഴും എന്റെ ബുക്കിൽ വരെ കിടക്കുന്നുണ്ട് കസ്തൂരി എന്ന പേര്. അതായത് രാജസാർ ഈ പേര് വെച്ചു, മിന്നും കൂടെ ചേർത്ത് മിൻമിനി എന്ന് പറഞ്ഞു. അപ്പം SA രാജ്കുമാർ എന്ന് പറഞ്ഞൊരു മ്യൂസിക് ഡയറക്ടർ, സാറിന്റെ പടങ്ങൾ ഒരുപാട് ഞാൻ പാട്ടുകൾ പാടിയിട്ടുണ്ട്, ഒത്തിരി പാടിയിട്ടുണ്ട്. എത്രാമത്തെ റെക്കോർഡിംഗ് ആണെന്നൊന്നും എനിക്ക് ഓർമ്മയില്ല. അപ്പൊ സാറ് പാപ്പ മിൻമിനി സരിയില്ല, മിൻമിനി വേണ്ട അപ്പാ, നമ്മൾക്ക് ഇവൾക്ക് കസ്തൂരി പേര് കസ്തൂരി എന്ന് വെക്കണം പേര്, എഴുതുമ്മ കസ്തൂരി എന്ന് എഴുത്, കസ്തൂരി എന്ന് എഴുതി. കുറെ നേരം അപ്പച്ചനെ ആലോചിച്ചിട്ട് ഭയങ്കര വിഷമം. സാർ ഓരോ സ്റ്റുഡിയോയിലും ഓരോ പേര് വിളിക്കാൻ വേണ്ടി സാർ ഇങ്ങനെ ആയാൽ ഭയങ്കര കഷ്ടമാണ്. ഓരോ സ്റ്റുഡിയോയിൽ ചെല്ലുമ്പോൾ ഓരോ പേര് ഈ കൊച്ചിന് കൊടുത്താൽ നല്ലതല്ല, മിൻമിനി മതി. പക്ഷെ സാറ് അദ്ദേഹത്തിന്റെ വർക്കുകൾക്കൊക്കെ മിനി എന്നാണ് എൻ്റെ പേര് വെച്ചിട്ടുള്ളതെന്ന് ഷിജോ പറഞ്ഞ് എനിക്ക് അറിയാം. അപ്പൊ അവൻ പറയാറുണ്ട് മിനി എന്നാണ്. ഞാൻ കാസറ്റ് ഒന്നും കാണാറില്ല, പക്ഷെ കസ്തൂരി എന്നുള്ള പേര് നമ്മൾ അക്സെപ്റ്റ് ചെയ്തില്ല. ആൾക്കത് വിഷമം. അതെ, രജനീഷ് അത് കണ്ടുപിടിച്ചു. അതിന്റെ പിന്നിലൊരു ശക്തിയുണ്ട്, ആ ശക്തി പിന്നീട് ഞാൻ പറയാം. ചേച്ചി രാജ്കുമാർ സാറിന് വേണ്ടിയിട്ട് അടി പൂങ്കുയിലെ പോലെ തന്നെ ഓഹോഹോ പൂങ്കുയിലെ എന്ന് പറയുന്ന ഒരു പാട്ടില്ലേ, അത് ഭയങ്കര രസമാണ്. ചേച്ചിക്ക് ഓർമ്മയുണ്ടോ? ഒന്നും മൂളിയാൽ. അടിപൊളിയാ, നല്ല പാട്ടായിരുന്നു. അതെ അതെ അതെ. രാജാ സാറിന്റെ ഒരുപാട് പാട്ടുകളുണ്ട്. മുത്താലമ്മയുണ്ട്, കുരുക്ക് പാതയിലുണ്ട്. പക്ഷെ മനോജ് സാറുമായിട്ട് പാടിയിട്ടുള്ള മെതുവ തന്തി അടിച്ചാലേ, മെതുവ തന്തി അടിച്ചാലേ എതയോ സൊല്ല തുടിച്ചാനെ കൈവച്ചാനെ കില്ലാടി നീ അടടാ കൊഞ്ചം നില്ല് എന്നാണുതാ தெரிஞ்சா அத சொல்லு தாங்காது ஐயா கண்ணு சாமி நான் தேடும் சொர்க்கம் எங்கே காமி. എന്റെ സ്റ്റാൻസ கிட்ட கிட்ட கிட்டவா மேளம் கொட்டவா லா 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 சூடறது எனக்கு ஒண்ணு வேணும். നല്ല രസമാണ് ആ പാട്ട്, ഭയങ്കര ഫോക്ക് സോങ്.
SPB-യുടെ ചെറിയ ചില സാധനങ്ങളൊക്കെ ഉണ്ട്. അതെയോ ഓ, ഒരു ചില ട്വിസ്റ്റുകളുണ്ട്. വോയിസ് എങ്ങോട്ട് പോകുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. ഐ ലവ് ഇന്ത്യ അല്ലേ, ആ പാട്ടാണോ അതെ അതെ. രജനീഷ് പറയണേ? കുറുക്ക് പാതയില്. കുറുക്ക് പാതയില്. കുറുക്ക് പാതയിലെ മരിച്ചീ വഴിയിൽ നിന്ന് ഉറുത്തു ഇള മനസ്സിൻ അരുത്തം തെരഞ്ഞു നിന്ന് പാകാമ പോറവളെ കുറുവമ്മാ ലലല பதிൽ கூறாம போறவளே குருவம்மா உனக்கு வருத்தம் என்ன பருவம்மா நாம நன்ன 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 ലിറിക്സ് മറന്നുപോയി. ഓ, അത് അടിപൊളിയാ. നല്ല പാട്ടാണ്. ആ പാട്ടിലൊക്കെ ഇടയ്ക്ക് ബിറ്റുകൾ ഉണ്ടല്ലോ. അയ്യോ ഒരുപാട് എക്സ്പ്രഷൻസ് ഒക്കെ കുറേ ഉണ്ട് അതില്. ഇനിയൊരു പാട്ടുണ്ട്, കാറ്റ് പൂവൈ പാർത്ത് കൂരാതോ നല്ല രസമുള്ള പാട്ടാണ്. അപ്പൊ ആ പാട്ട് സത്യത്തില് ആശാജി പാടാനിരുന്നതാണ്. എന്താ കാരണം എന്ന് എനിക്കറിയില്ല. അപ്പൊ അവസാനം എന്നെ വിളിച്ചാണ് ആ പാട്ട് പാടിപ്പിച്ചത്, രാജാ സാറിന്റെ. അത് പാടാൻ ചെന്നപ്പോഴാണ് ഞാൻ അറിയണേ ആശാജി പാടാനിരുന്ന പാട്ടാണ്. ആൾക്ക് എന്താന്നറിയില്ല, നന്നായി പാടണം എന്നൊക്കെ പറഞ്ഞു സുന്ദരരാജ് സാറ്. ആശാജി പാടുற മാതിരിയെ പാട് എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര രസമായിരുന്നു ആ റെക്കോർഡിംഗ് ഒക്കെ. ശരിക്കും റഹ്മാൻ സാർ ഒരിക്കൽ പറഞ്ഞതായിട്ട് ഞാൻ വായിച്ചിട്ടുണ്ട്. ലതാ മങ്കേഷ്കർ, ആശാ ഭോസ്ലെ, ജാനകി അമ്മ മൂന്നും കൂടെ ചേരുന്നതാണ് ശരിക്കും മിൻമിനിയാണ്. അടിപൊളിയല്ലേ? ഓ, അവാർഡ്. അതെ, എന്തിനാ അവാർഡ്? അതെ ചേച്ചി. അല്ല, അവരുടെയൊക്കെ മനസ്സില് അങ്ങനെയൊക്കെ ഓരോ മാർക്കുകൾ ഉണ്ട് എന്ന് അറിയുന്നത് തന്നെ ഒരു വലിയ അംഗീകാരമാണ്. സാക്ഷാൽ ശ്രീമാൻ ചാത്തുണ്ണിയില് ശുഭ മാമിന്റെ ഒക്കെ കൂടെ ഒരു പാട്ട് പാടിയിട്ടുണ്ട്. പാട്ട് പാടവാ ഡും ഡും ആട്ടമാടവാ, അതിൽ ചേച്ചിയും പാടിയിട്ടുണ്ട്. എനിക്ക് കാക്കാ പൂച്ച ഭയങ്കര ഇഷ്ടമാണ്. രാജാ സാറിന്റെ തന്നെ, പപ്പയുടെ സ്വന്തം അപ്പൂസ്. കാക്കാ പൂച്ച കൊക്കരക്കോഴിവ ഒട്ടകമാ, അതെങ്ങനെയാ ചേച്ചി? കാക്കാ പൂച്ച കൊക്കരക്കോഴിവ ഒട്ടകമാന മയിലേ ഇനി ആച്ച പോച്ച പട്ടണ താണ്ഡവം കെട്ടണമാടി ഇതിലേ തപ്പും കൊട്ടി താളം തട്ടി പാടാം വാ അപ്പുക്കുട്ട ഉപ്പും കൊണ്ടു കേറാം വാ ആർപ്പുവിളി ആർഭാടം കൊമ്പുവിളി കൂത്താട്ടം ഹേ മനസ്സിലൊരു മാമാങ്കം തക്കിട ധിമി ബം 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 വരും കാക്കാ പൂച്ച. ചേച്ചി ഇങ്ങനെയൊക്കെ പാടുന്ന ഒരു സുന്ദരിയായിട്ടുള്ള പെൺകുട്ടി ഇന്ത്യ മുഴുവനും പാടി തകർക്കുന്നു. ചേച്ചിയുടെ ചില ഫോട്ടോസ് കാണുന്ന സമയത്ത് ആ കാലഘട്ടത്തിൽ ചേച്ചിക്ക് ഉണ്ടാവാൻ സാധ്യതയുള്ള ആരാധകരുടെ എണ്ണം ഞാൻ ആലോചിച്ചത്. ഈ പെണ്ണിനെ കണ്ടാൽ അത്യാവശ്യം ആൾക്കാരൊക്കെ നോക്കും. ആ കാലഘട്ടത്തിൽ ഇന്ത്യ മുഴുവനും പാടി നടക്കുന്ന ഒരു സുന്ദരിയായിട്ടുള്ള ഒരു പെണ്ണ്. ഒരുപാട് പ്രപ്പോസൽസ് വന്നിട്ടുണ്ടാവും, അതിൽ ഒരുപാട് പ്രമുഖരൊക്കെ ഉണ്ടാവും. ഇപ്പൊ തൽക്കാലം ചേച്ചി പറയണ്ട, പക്ഷെ ആരാധകരെയൊക്കെ എങ്ങനെയാണ് ചേച്ചി നിയന്ത്രിച്ചേ? നമ്മൾ ആരാധകരെ കാണുന്നേ ഇല്ലല്ലോ. ഓ, അന്നത്തെ കാലം ആയതുകൊണ്ട് വാട്സപ്പും ഈ ഇൻസ്റ്റയൊന്നും ഇല്ലാത്തതുകൊണ്ട്. പക്ഷെ നേരിട്ട് ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ടാവും. കത്തുകളൊക്കെ ഉണ്ടായിരുന്നു, ഒരുപാട് കത്തുകൾ വരുമായിരുന്നു. അപ്പച്ചനെ ഞാൻ ചേച്ചിയും ജാൻ ചേച്ചിയും കൂടി ഇരുന്ന് വായിക്കും. അങ്ങനെ മറുപടികളൊന്നും അയച്ചിട്ടില്ല കത്തുകൾക്കൊന്നും. ഇപ്പോഴത്തെ ഈ സംവിധാനങ്ങളൊന്നും അന്നില്ലല്ലോ. നമുക്ക് ഉടനെ റിപ്ലൈ കൊടുക്കുക എന്നൊന്നും അന്നില്ലാത്തൊരു കാര്യമല്ലേ. പിന്നെ ഈ വരുന്ന കത്തുകൾ 1-2 കത്താണെങ്കിൽ നമുക്ക് എഴുതാം. എണ്ണം കൂടുമ്പോൾ നമുക്ക് മറുപടി കൊടുക്കാൻ, നമ്മളത് വായിക്കും, സന്തോഷിക്കും എന്നല്ലാതെ ഒരുപാട് സന്തോഷം തോന്നിയിട്ടുണ്ട് അന്നൊക്കെ. ഒത്തിരി സന്തോഷിച്ചിട്ടുണ്ട് കത്തുകളൊക്കെ കണ്ട്. അതെഴുതിയ ആരെങ്കിലുമൊക്കെ ഇത് കാണുന്നുണ്ടാവും ചിലപ്പോൾ. ഭയങ്കര സന്തോഷമായിരുന്നു. കാരണം നമുക്ക് കിട്ടുന്ന അവാർഡുകൾ പോലെയാണല്ലോ ഓരോ കത്തും.